അങ്ങനെ പഠിക്കുമ്പോൾ, അങ്ങനെ സ്ലോ ആകുമ്പോൾ. ആമയും മുയലിൻ്റെയും കഥ പോലെയാണ്. നമ്മൾ എത്ര ഓടാൻ പ്രാപ്തിയുള്ളവരാണെങ്കിലും നമ്മൾ എപ്പോഴും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നുകൂടാ? ലൈഫിൽ എന്ത് പഠിക്കണമെങ്കിലും എല്ലാവരും പറയും പഠിക്കണമെന്ന് പറയും, നന്നായി പഠിക്കണം കേട്ടോ എന്ന് പറയും. പക്ഷേ എങ്ങനെയാണ് പഠിക്കുക, നന്നായി പഠിക്കുക എന്നുള്ളത് ആരും പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം പഠിക്കണമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം വേണം. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷനും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണിത്? നല്ല സാഹചര്യം, നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിത സാഹചര്യം കിട്ടുന്ന ഒരു കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവും. ആ കുട്ടിക്ക് അധികം സഫർ ചെയ്യാണ്ട് ലൈഫിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷേ മോശം സാഹചര്യത്തിൽ, മോശം സമൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച്